ചോദിക്കാൻ എന്തുമാത്രം അധികാരമുണ്ടാവും. ഞങ്ങൾ ഒരു അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു കാര്യം കുട്ടികളെയാണ് അവർ വലിച്ചഴിച്ചത്. വളരെ സമാധാനപരമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരക്രമവും ഉണ്ടായിട്ടില്ല. അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ചാണ് വലിക്കുന്നത്. അത് സ്ത്രീകൾ പോലീസ് ഉദ്യോഗസ്ഥർ സമയത്ത് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇത് ചോദിക്കാൻ എന്തുമാത്രം അധികാരമുണ്ടാവും. ഞങ്ങൾ ഒരു അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരു കാര്യം കുട്ടികളെയാണ് അവർ വലിച്ചഴിച്ചത്. വളരെ സമാധാനപരമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരക്രമവും ഉണ്ടായിട്ടില്ല. അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ചാണ് വലിക്കുന്നത്. അത് സ്ത്രീകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളിതൊന്ന് കുറഞ്ഞിട്ട് ഞങ്ങളിലെന്തിനെ തൊട്ടിട്ട് എസ്സിക്കാരിൽ ചുറ്റില്ലോ ഓർത്ത് കളിച്ചോളൂ. ആരിത് പറയുന്നറിയില്ല. പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ ഇത് വരുന്നൊരു പ്രസ്ഥാനം. മറിച്ചു നോക്കി ചരിത്രത്താളുകൾ അവിടെ കാണാം, അപ്പോൾ കാണാം, അവിടെ കാണാൻ ഇപ്പുലോത്തിന്റെ അവകാശ പോരാട്ടം ജനിച്ച മണ്ണിൽ ഈ മണ്ണ് പഠിച്ചു വളരാൻ ഈ സമരം
വളരാൻ ഈ സമരം ആരെയും അട്ടിമറിക്കാനല്ലോ, അട്ടിമറിപ്പണി ചെയ്യാനല്ലോ, ഓർത്ത് കളിച്ചോളൂ. കളിതന്നെ തൊട്ടിട്ട് കളിതന്ന് കുറഞ്ഞിട്ട് തിരിച്ചടിക്കും കട്ടായോ, ഇതിന് 10-10 തിരിച്ചടിക്കും കട്ടായോ. അക്രമത്തിൽ പ്രതിഷേധം. അനിൽകുമാറെ തെമ്മാടി, ഓർത്ത് കളിച്ചോളൂ. ഇൻക്വിലാബ് സിന്ദാബാദ്. കാക്കിയിട്ട കഴിവേറികളെ, എന്തിന് കഴിവേറികളെ, എസ്എഫ്ഐയെ തല്ലാനോ, അവരെ വലിയ മൃഗീയമായി വലിച്ചിഴച്ചുകൊണ്ടാണ് അതിൽ കൂടി കടന്നുപോയിരുന്നത്. പെൺകുട്ടികളെ സ്വാഭാവികമായി ഒരു സമരം നടക്കുമ്പോൾ നമുക്കറിയാം, പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുമ്പോൾ സ്വാഭാവികമായി വനിതാ പോലീസുകാരാണ് അതിനുവേണ്ടി എത്തുന്നത്. പക്ഷേ ഇവിടെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണുവാനായി കഴിയുന്നത്, പുരുഷ പോലീസുകാരാണ് അവരെ മൃഗീയമായി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. അവരുടെ വസ്ത്രങ്ങളടക്കം ഒരു മാന്യത ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാറുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സഖാക്കളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പല സഖാക്കളെയും ഷർട്ടടക്കം വലിച്ചു കീറിക്കൊണ്ട് അവരെ വഴിയിലിട്ട് ആ ബസ്സിൽ കയറ്റുന്നതിന് മുമ്പാകെ വഴിയിലിട്ട് ചവിട്ടുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാനായിട്ട് എന്ത് പ്രകോപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? വളരെ സമാധാനപരമായി നടന്നൊരു സമരമല്ല. അപ്പോൾ ഇങ്ങനെ എസ്എഫ്ഐയുടെ സമരങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ആകമൊത്തം നേരിടുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എസ്എഫ്ഐ എടുക്കുന്ന സമരങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തുവാനായിട്ടാണ് കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ പോലീസ് നമ്മളെപ്പോഴും പറയുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 മാസമായി എന്താ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താ ഈ വിഷയത്തിനെ ഇങ്ങനെ അടിച്ചമർത്തുവാനായിട്ട് പോലീസ് ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ MDMA കേസിൽ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ, നമ്മുടെ തീരദേശത്തുണ്ടായ ബന്ധപ്പെട്ട വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാർഡുകൾ അതെല്ലാം മാധ്യമങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഫാസിസം മോഡൽ രീതിയിലേക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നു. മോദി എങ്ങനെയാണോ രാജ്യത്ത് പോലീസിനെയും ഭരണകൂടത്തെയും കൈകാര്യം ചെയ്യുന്ന അതേ രീതിയിലേക്ക് VD സതീശൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കേരളത്തിനകത്ത് കാണുവാനായി കഴിയുന്നത്. ഇതിനെതിരെ വലിയ ശക്തമായ ഇവിടെ മാധ്യമങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ സമരം നടത്തുമ്പോൾ മാധ്യമങ്ങളടക്കം നമുക്കെതിരെ എഴുതാറുണ്ട്, നമുക്കെതിരെ വിമർശനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇന്ന് അവർ പോലും അവർക്കെതിരെയാണ്, അവർ അന്ന് അനുകൂലിച്ച ഭരണകൂടം ഇന്ന് അവർക്കെതിരെ നീങ്ങുകയാണ്. അങ്ങനെ വലിയ രീതിയിലേക്കുള്ള അടിച്ചമർത്തലുകളും വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങളും കേരളത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാധാരണപ്പെട്ടായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇങ്ങനെയല്ലേ അടിച്ചമർത്തി കള്ളക്കേസിൽ കൊടുത്ത് ഇപ്പോൾ പറയുകയാണ്, നമ്മുടെ സമരം തുടങ്ങുന്നതിന് മുമ്പ് പോലീസുകാർ വന്ന് പറയുകയാണ്, നേരത്തെ പിടിച്ചുകൊണ്ടുപോയ വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്യുമത്രേ. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ റിമാൻഡ് ചെയ്യുന്നത്? ഇതെന്താ UP ആണോ, അതോ ഗുജറാത്ത്, അതോ നിങ്ങൾ നേരത്തെ ജന്തർ മന്ദറിൽ കണ്ട ഡൽഹി പോലീസിന് പഠിക്കുകയാണ്? എന്ത് കാര്യത്തിലാണ് അവരെ റിമാൻഡ് ചെയ്യാനായിട്ടുള്ള എന്ത് വകുപ്പാണ്? അവർ വന്നിരുന്ന് അവിടെ സമരം നടത്തിയത്, അവരെ വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ സമരം നടത്തുന്നതിനാണോ നിങ്ങൾ അവരെ റിമാൻഡ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെയൊന്നും ജയിൽ കാട്ടിയും റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞും കുറെ കേസുകൾ എടുത്താലൊക്കെ ഞങ്ങളെ അങ്ങ് വിരട്ടിക്കളയാമെന്നൊന്നും കേരളത്തിലെ പോലീസ് വിചാരിക്കേണ്ട. ഇന്നിപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധം മാത്രമാണ് ഇത്. വരും ദിവസങ്ങളിൽ ഇതേ സമീപനവും എടുത്താണ് കേരള പോലീസ് മുന്നോട്ട് പോകാനായി തയ്യാറാവുന്നുണ്ടെങ്കിൽ വലിയ ശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിന്റെ അകത്ത്, ഈ നഗരത്തിന്റെ അകത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ നഗരത്തെ തന്നെ സ്തംഭിക്കുന്ന തലത്തിലേക്കുള്ള സമരങ്ങൾ ഏറ്റെടുക്കാനുള്ള ശേഷിയും കഴിവും തിരുവനന്തപുരം ജില്ലയിലെ SFIക്കുണ്ടെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാനായി SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് MA നന്ദനെ ഏറെ ആവേശപൂർവ്വം ക്ഷണിക്കുന്നു. സാധ്യത ഉണ്ട് എന്നുള്ളത് തുടക്കത്തിലെ തന്നെ പറഞ്ഞു. സമാധാനപരമായി കേരളത്തിലെ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതിൽ പ്രത്യേകിച്ചും LLB വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI ഇന്ന് സമരം നടത്തിയത്. അതൊരു മാർച്ചായ രൂപത്തിലാത്തൊന്നുമല്ല സമരം സംഘടിപ്പിച്ചത്. സമാധാനപരമായി ആ കോളേജിലെ, ആ ലോ കോളേജിൽ ഉൾപ്പെടെയുള്ള ക്യാമ്പസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വന്ന് അവിടെ രജിസ്ട്രാറെ കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമരത്തിൻ്റെ ഭാഗമായി ആ കുട്ടികൾ അവിടെ ഇരിക്കുകയുണ്ടായി.
മുദ്രാവാക്യങ്ങൾ വിളിച്ച് രണ്ട് സൈഡിലായി ആ വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. ആ വിദ്യാർത്ഥികളെയാണ് പോലീസ് പെട്ടെന്ന് ചില പുറത്തു നിന്നുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് കയറി വന്ന് പെൺകുട്ടികളെ അടക്കം ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നത്. ആരാണ് ഇവർക്ക് അധികാരം നൽകിയത്? ആരാണ് അധികാരം നൽകിയത്? പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പെൺകുട്ടികളെ ആ സർവകലാശാലക്കകത്ത് നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോകാൻ വേണ്ടി കേരള പോലീസിന് ആരാണ് അധികാരം കൊടുത്തത്? സമരങ്ങളെ ഇങ്ങനെ അടിച്ചമർത്താൻ വേണ്ടി രമേശ് ചെന്നിത്തലയിലെ പോലീസ് തയ്യാറാകുകയാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ വിദ്യാർത്ഥികളെ റിമാൻഡ് ചെയ്യുമെന്ന് പോലും. അതെങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? യൂണിവേഴ്സിറ്റിക്കകത്ത് അവിടെ ഒരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. മുദ്രാവാക്യം വിളിച്ച് അവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണോ? പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണോ? അവരുടെ മുടിയിൽ ഉൾപ്പെടെ വലിച്ച് എടുത്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ആ പോലീസുകാരനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് SFI ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം കേരള പോലീസിനെ ഇവിടെ സൂചിപ്പിക്കാം. പണ്ട് ഞങ്ങളുടെ കുറച്ച് സഖാക്കളെ ശംഖുമുഖത്ത് വെച്ച് ഒരു കോൺസ്റ്റബിൾ, ഒരു മിഥുൻ എന്ന് പറയുന്ന കോൺസ്റ്റബിൾ ലാത്തിയിട്ട് ആ വിദ്യാർത്ഥികളുടെ തലക്കടിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പിന്നീട് മിഥുന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മാളിൽ എന്തോ വന്നപ്പോൾ ഏതോ കുറേ ആളുകൾ ചേർന്ന് മിഥുനെ ആക്രമിച്ചു എന്നാണ്. ആ ഗതി വേറെ ഒരു പോലീസുകാരന് വരട്ടെ എന്ന് ഞങ്ങൾ ഇതിനകത്ത് സൂചിപ്പിക്കുകയാണ്. കേരള പോലീസിനെ മൊത്തത്തിലൊന്നും അധിക്ഷേപിക്കുന്നില്ല. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ചില പോലീസുകാർ, ചില കോൺഗ്രസ്സുകാരായിട്ടുള്ള പോലീസുകാർ SFIയുടെ സമരത്തിനെ ഈ പറയുന്ന രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുണ്ട്, അദ്ദേഹത്തിനോട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പോലീസുകാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെയും ഞങ്ങളുടെ സമരം തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് സർവകലാശാലയുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത ഒരു വൈസ് ചാൻസലർ RSSന്റെ മറ്റ് പരിപാടികൾക്കെല്ലാം പോകുന്നതാണ് നിലവിൽ ഈ കേരളത്തിനകത്തുള്ള സർവകലാശാല വൈസ് ചാൻസലർമാരുടെ ഇപ്പോഴത്തെ നിലവിലെ പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്തൊന്നും ഇടപെടുന്നില്ല. പിന്നെ എന്താണ് സർവകലാശാല ചെയ്യുന്നത്? സിൻഡിക്കേറ്റ് എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം വലിയ ഒരു വിദ്യാർത്ഥി സമരമാണ് കേരള സർവകലാശാലയ്ക്കകത്തുണ്ടായത്. ആ സമരങ്ങൾക്കകത്ത് രജിസ്ട്രാർ എന്താണ് ഞങ്ങളുടെ സമീപിച്ചത്? എല്ലാ വിഷയങ്ങളും അടിയന്തരമായി പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ് പരിഹരിച്ചത്? ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്നോ രണ്ടോ ഒഴിച്ച് നമ്മൾ കൂടുതലായി ഉന്നയിച്ച ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇതുവരെയും അംഗീകരിക്കാൻ വേണ്ടി പോലും കേരള സർവകലാശാല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സർവകലാശാലയ്ക്കകത്ത് ശക്തമായ സമരം ഞങ്ങൾ സംഘടിപ്പിക്കും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ലോ കോളേജിലെ വിദ്യാർത്ഥികളെ അടിയന്തരമായി മോചിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. പാവപ്പെട്ട വിദ്യാർത്ഥികൾ തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമാധാനപരമായി സമരം നടത്തിയ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ വേണ്ടി നോക്കിയാൽ ശക്തമായ സമരത്തിലേക്ക് SFI പോകുമെന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിലേക്ക് പോകുന്നത്. അനന്തപുരിയുടെ ചരിത്രങ്ങളൊന്നും കേരള പോലീസിന് അന്ന് പെട്ടെന്നൊന്നും മറക്കാൻ വേണ്ടി പറ്റില്ല. അനന്തപുരിയുടെ ചരിത്രം കേരള പോലീസിന് പെട്ടെന്ന് മറക്കാൻ വേണ്ടി സാധിക്കില്ല. നിരന്തരമായി ഇവിടുത്തെ SFI പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലീസുകാർ അവരെ ദ്രോഹിക്കുകയാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പോലീസായിക്കോ, അതിൽ തർക്കമൊന്നുമില്ല. പോലീസാവണം, അതിൽ തർക്കമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ആവണം. പക്ഷേ പോലീസ് ഗുണ്ടകളായാൽ SFIയും തിരിച്ചടിക്കുമെന്നുള്ളത് കേരള പോലീസിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് ഇടപെടാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ഉന്നത ഉദ്യോഗസ്ഥർ, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ അവരുടെ ശ്രദ്ധ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവരികയാണ്. ഈ വിഷയം അടിയന്തരമായി ഗൗരവമായി കണ്ടുകൊണ്ട് ആ കുട്ടികളെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് മാത്രമാണ് സഖാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മറുപടി പറയൂ അധികാരികളെ, അന്നന്മാരെ, മറുപടി പറയൂ അധികാരികളെ, അന്തന്മാരെ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. മാർക്കവിടെ ഉത്തരം പറയൂ VC. മാർക്കിടാൻ അറിയില്ലെങ്കിൽ വല്ലവണിക്കും പൊക്കൂടെ.
പൊക്കൂടെ കൊല്ലമണിക്കും പൊക്കൂടെ പ്രതിഷേധം പ്രതിഷേധം SFIയുടെ പ്രതിഷേധം SFIയുടെ പ്രതിഷേധം ഇൻക്ലാബ് സിന്ദാബാദ്